ഗോപി ആശാൻ സുരേഷ് ഗോപിയോട് ഈ പത്മ പുരസ്കാരത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരാളുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാനുള്ള അവകാശമുണ്ടോ? നികേഷ്, അതിൻ്റെ അകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളും ഞാനും നമ്മൾ സംസാരിക്കുന്നത്, ഇപ്പോൾ സീനിയർ ജേർണലിസ്റ്റ് എന്ന് ന്യായമായും വിളിക്കാവുന്ന നികേഷ് ജനിക്കുന്നതിനും 16 വർഷം മുമ്പ് കലാമണ്ഡലത്തിൽ കഥകളി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശാനെ പറ്റിയിട്ടാണ്, ഗോപി ആശാനെ പറ്റിയിട്ട്. സുരേഷ് ഗോപി ജനിക്കുന്നതിനും 1 വർഷം മുമ്പ് 1957 ഗോപി ആശാൻ കലാമണ്ഡലത്തിൽ കഥകളി അധ്യാപകനാവുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകളിലുള്ള ചെറിയ കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ഡിബേറ്റ് നടത്തുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട് ഇതിലേക്ക് വരുമ്പോൾ. പിന്നെ 2009 ഗോപി ആശാന് പത്മശ്രീ കിട്ടുന്നത്. അന്ന് സുരേഷ് ഗോപി, നിങ്ങൾ പറയുന്ന പോലെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ടുള്ള ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഏതെങ്കിലും തരത്തിൽ നാഷണൽ ലെവലിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗർ അല്ല. ആ സമയത്ത് കലാകാരന്മാർ എന്നുള്ള രീതിയിൽ നാടകത്തിലും കഥകളിയിലും ആശാനായിട്ടുള്ള കലാമണ്ഡലം ഗോപി ആശാൻ ഒരു വാനപ്രസ്ഥത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവാം. ആ സമയത്ത് സുരേഷ് ഗോപി കലാകാരൻ കളിയാട്ടത്തിലൊക്കെ അഭിനയിക്കുന്നതിന് മുന്നെയാണത്. ആ രീതിയിൽ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവാം. അതുപോലും തുറന്നു പറയുന്നുണ്ട് കഥകളി ആശാനായിട്ടുള്ള ഗോപി ആശാൻ. അതായത് അന്ന് ഞാൻ പത്മ പുരസ്കാരം കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. ഒരു പക്ഷേ ഈ കലാകാരന്മാരായിട്ടുള്ള ആളുകൾക്ക് അത്തരം ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ അത് എന്താണ് അതിൻ്റെ വഴിയെന്ന് പരസ്പരം അന്വേഷിച്ചിട്ടുണ്ടാവും. അതും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധിയായിക്കൊണ്ട് തന്നെ ഗോപി ആശാനെ സമീപിച്ച, ഫോൺ ചെയ്ത BJP സഹയാത്രികനായ ഡോക്ടർ പറയുന്നതും രണ്ടും രണ്ട് തന്നെയാണ്. ഇപ്പൊ പറയുന്നത് വളരെ കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, നിങ്ങൾക്ക് പത്മഭൂഷൺ വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഇങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ ഡോക്ടറുടെ പേര് നമ്മൾ ആരും അറിയാതിരുന്ന പേര് ഒരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് BJPയുടെ ഔദ്യോഗിക വക്താവായിട്ടുള്ള ശ്രീമാൻ ഗോപാലകൃഷ്ണനാണ്, ഡോക്ടർ മോഹൻദാസ് ആണ് എന്ന് വിളിച്ചു പറയുന്നത്. അനിൽ അക്കരെ പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം രഘു എന്ന് പറയുന്ന ഗോപി ആശാന്റെ മകൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ആ ഗോപി അല്ല ഈ ഗോപി. പിന്നെ സുരേഷ് ഗോപി നിങ്ങൾ പറയുന്ന പോലെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നോമിനിയായിട്ട് തൃശ്ശൂർ വന്നതിന് ശേഷം അദ്ദേഹം നിറയുന്ന വാർത്തകൾ എന്താണെന്ന് നിങ്ങൾ നോക്കൂ. ലൂർദ് പള്ളിയിലെ വിവാദം പോവട്ടെ, ചെമ്പിലോ ഇരുമ്പിലോ അലൂമിനിയത്തിലോ എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാ ചാനലുകളിലൂടെയും തങ്ക കിരീടം കൊടുത്തു എന്നുള്ള വാർത്ത പോകുന്ന സമയത്ത് ഈ സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല ഇത് തങ്ക കിരീടമല്ല എന്ന്. അത് മാത്രവുമല്ല, RSSന്റെയും BJPയുടെയും ഭീകരമായ അജണ്ട അതിൽ നമ്മൾ കണ്ടതാണ്. ആ തങ്ക കിരീടം അല്ലെങ്കിൽ ചെമ്പിന്റെ കിരീടം വെച്ചതിന് ശേഷം അത് ഉരുണ്ട് താഴെ വീണു. ഉടനെ അന്ന് രാത്രി RSSന്റെ വളരെ വളരെ പ്രമുഖനായ ഒരു പ്രചാരകൻ അഴിച്ചുവിട്ട പ്രചാരം എന്തായിരുന്നു നിങ്ങൾ? കൈരളി TVയുടെ ഒരു ക്യാമറാമാനാണ്, മുസ്ലിം നാമധാരിയായ ഒരു ക്യാമറാമാനാണ് കിരീടം താഴെ ഇട്ടത് എന്ന്. ആ ചടങ്ങിലേക്ക് ക്ഷണമില്ലാതിരുന്ന ഒരേ ഒരു ന്യൂസ് ചാനലായിരുന്നു കൈരളി. ആ ക്യാമറാമാനോ റിപ്പോർട്ടറോ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷെ എന്തെങ്കിലും ഒരു വാസ്തവത്തിന്റെ ഒരു തരിമ്പുണ്ടായിരുന്നെങ്കിൽ കേരളം മുഴുവൻ അതിഭീകരമായ ഒരു കമ്മ്യൂണൽ റിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഷവിത്തുകൂടെ ആ ഇൻസിഡന്റിലൂടെ സംഘപരിവാർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചർച്ചയിൽ പോലും അന്ന് പങ്കെടുത്ത BJP പ്രതിനിധി കൈരളിയുടെ ക്യാമറാമാനാണ് ഈ കിരീടം തട്ടിയിട്ടത് എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു കൈരളി. അപ്പൊ തന്നെ പിറ്റേ ദിവസം ആ വാർത്ത വന്ന ഉടനെ തന്നെ അതിനെ എന്താ പറയാ നെഗേറ്റ് ചെയ്തുകൊണ്ട് അവർ എക്സ്ക്ലൂസീവ് സ്റ്റോറീസും ഇന്റർവ്യൂസും ഒക്കെ ചെയ്തിരുന്നു. അവർ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് അപകടം, ആ പരാമർശിക്കപ്പെട്ട ആള് ഒരു മുസ്ലിം നാമധാരിയുമായിരുന്നു. അതായത് ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ സുരേഷ് ഗോപി കൊടുക്കുന്ന കിരീടം കൈരളി TVയുടെ, അതായത് CPMനോട് അഫിലിയേറ്റഡ് ആയ ചാനലിലെ മുസ്ലിം നാമധാരിയായ ഒരു വീഡിയോഗ്രാഫറെ തള്ളിയിട്ടു എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലുള്ള വിഷം നോക്കൂ നിങ്ങൾ. അപ്പൊ ഇത് ദൈവത്തോടുള്ള സ്നേഹമൊന്നുമല്ല. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ സാധാരണ സ്ഥാനാർത്ഥികൾ അമ്പലങ്ങളോ പള്ളികളോ സന്ദർശിക്കുന്നതോ നോമ്പ് തുറക്ക് പങ്കെടുക്കുന്നത് പോലെ അല്ല ഇത്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സുരേഷ് ഗോപി നിറഞ്ഞ വാർത്തകൾ നോക്കുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ജാമ്യത്തിലിറങ്ങി നടക്കുന്ന ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്, ഒരു മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച കേസിലെ പ്രതിയാണ്. അതിനുശേഷം ആ ഇൻസിഡന്റിന് ശേഷം അദ്ദേഹം എന്താണ് അവരെ പറ്റി പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ ആ പെൺകുട്ടിയുടെ വർണ്ണത്തെപ്പറ്റി, ശരീരത്തെപ്പറ്റി എന്തൊക്കെ വൃത്തികേടുകൾ, എന്തൊക്കെ ആഭാസങ്ങളാണ് പറഞ്ഞു നോക്കൂ. കഴിഞ്ഞ ദിവസം നികേഷിന്റെ റിപ്പോർട്ടറോടാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന റിപ്പോർട്ടറോട്
ആ റിപ്പോർട്ടറുടെ താടിയിൽ പിടിച്ചിട്ട് രോമത്തിൽ പിടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ എന്താ പറയുക കേരളത്തിലെ ഏറ്റവും മഹാനായ സംഘപരിവാറിന്റെ BJP-യുടെ മാതൃകാ പുരുഷനായ സ്ഥാനാർത്ഥി പറഞ്ഞത് കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളും, അത് കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, BJP ആവട്ടെ, ഇതുവരെയുള്ള ഒരാളും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള അശ്ലീലവും ആഭാസതരവുമാണ് ഇയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസ്സുകാരോ LDF-കാരോ UDF-കാരോ ഉണ്ടാക്കുന്നതല്ല. ഗുരുവായൂർ അമ്പലനടയിൽ ഇദ്ദേഹത്തെ കണ്ടിട്ട് എന്റെ കുഞ്ഞിന് അസുഖമാണ് എന്ന് പറഞ്ഞൊരു സ്ത്രീയോട് ഇയാൾ പറഞ്ഞത് പോയിട്ട് MV ഗോവിന്ദനോട് ചോദിക്കുന്നതാണ്. ആ സ്ത്രീക്ക് അറിയില്ല ആരാണ് MV ഗോവിന്ദൻ എന്നുള്ളത്. സുരേഷ് ഗോപിയുടെ പേഴ്സണൽ ടീമിലുള്ള ആരോ ആണെന്നാണ് കരുതിയത്. പക്ഷേ സംശയം വേണ്ട, ആ കുട്ടിയുടെ സംരക്ഷണ ചുമതല, ചികിത്സയുടെ ചുമതല കേരള സർക്കാർ ഏറ്റെടുത്തു, ആരോഗ്യ വകുപ്പ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അടുത്ത ജന്മം ബ്രാഹ്മണനാവണം, എന്താ പറയുക, ഗർഭിണിയെ കണ്ടാൽ ഞാൻ അപ്പം കെട്ടിപ്പിടിക്കും, ഇവരെന്റെ പ്രജകളാണ് എന്ന് പറയുന്ന, അതായത് അമിത് എന്ന് പറയാ മോദി എന്നൊക്കെ പറഞ്ഞ പുതിയ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും ബീഭത്സമായ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കേരളത്തിൽ അവതരിച്ച ബീഭൽ സ്വരൂപമാണ് സുരേഷ് ഗോപി. മറ്റ് BJP കാൻഡിഡേറ്റ്സിൽ നിന്ന് അയാൾ വ്യത്യസ്തനാവുന്നത് അതുകൊണ്ട് തന്നെ Debate with MV Nikesh Kumar.